ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇൻ്റർനെറ്റിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മുടെ പേരുൾപ്പെടുന്ന വാർത്തകൾ പോലും ഒരു ഡിജിറ്റൽ കാൽപ്പാടായി അവശേഷിക്കും. പലർക്കും അല്പം അതിശയോക്തി തോന്നുന്നുണ്ടാവാം. പക്ഷേ സംഗതി സത്യമാണ്. നിങ്ങളൊരു കേസിൽ പെട്ടുവെന്ന് ചിന്തിക്കൂ. നീണ്ട വ്യവഹാരങ്ങൾക്കൊടുവിൽ കോടതി നിങ്ങളെ നിരപരാധി എന്ന് കണ്ട് വെറുതെ വിട്ടു. പക്ഷേ ഇന്നും ഗൂഗിളിൽ നിങ്ങളുടെ പേര് തിരഞ്ഞാൽ ആദ്യം വരുന്നത് ആ പഴയ കേസിൻ്റെ വാർത്തകളായിരിക്കും. അത് നിങ്ങളുടെ ജോലിയെയും വിവാഹ ജീവിതത്തെയും വ്യക്തിബന്ധങ്ങളെയും ബാധിച്ചാൽ എന്തു ചെയ്യും? ഇവിടെയാണ് റൈറ്റ് ടു ബി ഫൊർഗോട്ടൻ അഥവാ വിസ്മരിക്കപ്പെടാനുള്ള അവകാശം പ്രസക്തമാവുന്നത്. ഇൻ്റർനെറ്റിൽ നിന്ന് നമ്മുടെ പഴയ വിവരങ്ങൾ മായ്ച്ചു കളയാൻ നമുക്ക് നിയമപരമായി അവകാശമുണ്ടോ? ഇന്ത്യയിലെ നിയമങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? പരിശോധിക്കാം. ലളിതമായി പറഞ്ഞാൽ, ഒരാളുടെ വ്യക്തിഗത വിവരങ്ങൾ, പഴയ വാർത്തകൾ, ചിത്രങ്ങൾ അല്ലെങ്കിൽ കോടതി വിധികൾ എന്നിവ ഗൂഗിൾ പോലെയുള്ള ഇൻ്റർനെറ്റ് സെർച്ച് എഞ്ചിനുകളിൽ നിന്നോ വെബ്സൈറ്റുകളിൽ നിന്നോ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടാനുള്ള അവകാശമാണിത്. വിവരങ്ങൾ ഇപ്പോൾ പ്രസക്തമല്ലെങ്കിലോ അത് ആ വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെങ്കിലോ ഈ അവകാശം ഉപയോഗിക്കാം. യൂറോപ്യൻ യൂണിയനിലാണ് ഈ നിയമം ആദ്യമായി പൂർണ്ണ തോതിൽ നടപ്പിലാക്കി തുടങ്ങിയത്. 2014 സ്പെയിനിലെ ഒരു പൗരൻ തൻ്റെ പഴയ കടബാധ്യതയെക്കുറിച്ചുള്ള പത്രവാർത്ത ഗൂഗിളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ കേസിൽ അനുകൂല വിധി വന്നതോടെയാണ് ഈ അവകാശം ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്നത്. ഇന്ത്യയിൽ ഇതിനായി പ്രത്യേകമായി ഒരു നിയമം മുൻപില്ലായിരുന്നു. എന്നാൽ 2017 ചരിത്രപരമായ KS പുട്ടസ്വാമി കേസിൽ ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം, അതായത് റൈറ്റ് ടു പ്രൈവസി എന്ന് സുപ്രീം കോടതി വിധിച്ചു. ഈ സ്വകാര്യതയ്ക്കുള്ള അവകാശത്തിൽ വിവരങ്ങളിൽ സ്വകാര്യതയ്ക്കുള്ള അവകാശവും ഉൾപ്പെടുന്നുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പാസാക്കിയ 2023 ഡിജിറ്റൽ വ്യക്തിഗത വിവര സംരക്ഷണ നിയമം, അതായത് DPDP ആക്റ്റും ഈ അവകാശത്തിന് കൂടുതൽ നിയമസാധുത നൽകുന്നുണ്ട്. ഈ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് തങ്ങളുടെ ഡിജിറ്റൽ വിവരങ്ങൾ തിരുത്താനും ആവശ്യമെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്ന് നീക്കം ചെയ്യാനും പരിമിതമായ അവകാശമുണ്ട്. പക്ഷേ ഇത് വ്യക്തിയുടെ സമ്മതത്തോടെയാണോ പ്രസിദ്ധീകരിച്ചത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അവകാശത്തെ നിയമം നോക്കിക്കാണുന്നത്. കോടതി രേഖകളെയും പൊതു ആർക്കൈവുകളെയും നിയമത്തിൽ വ്യക്തമായി പരാമർശിക്കുന്നുമില്ല. കൃത്യമായ നിയമങ്ങളില്ലാത്തതും ഡാറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് പൂർണ്ണമായും ഫലപ്രദമല്ലാത്തതും DPDP നിയമത്തിൻ്റെ പോരായ്മയായി അവശേഷിക്കുകയാണ്. അടുത്തിടെയായി ഇന്ത്യയിലെ വിവിധ ഹൈക്കോടതികളിൽ, പ്രത്യേകിച്ച് ഡൽഹി, കേരള ഹൈക്കോടതികളിൽ ഈ അവകാശം ഉന്നയിച്ച നിരവധി ഹർജികളാണ് വരുന്നത്. കേസിൽപ്പെട്ട് പിന്നീട് കുറ്റവിമുക്തരാക്കപ്പെട്ടവരും പഴയ ദാമ്പത്യ തർക്കങ്ങളുടെ കോടതി രേഖകൾ ഇൻ്റർനെറ്റിൽ കിടക്കുന്നത് മൂലം പുതിയൊരു ജീവിതം തുടങ്ങാൻ കഴിയാത്തവരുമാണ് കോടതികളെ സമീപിക്കുന്നവരിൽ ഭൂരിഭാഗവും. വ്യക്തികളുടെ അന്തസ്സോടെയുള്ള ജീവിക്കാനുള്ള അവകാശത്തെ മുൻനിർത്തി ഗൂഗിളിനോടും മറ്റ് ലീഗൽ വെബ്സൈറ്റുകളോടും ഇത്തരം വിവരങ്ങൾ നീക്കം ചെയ്യാൻ പലപ്പോഴും കോടതികൾ ഉത്തരവിടാറുമുണ്ട്. പുട്ടസ്വാമി കേസിലെ സുപ്രീം കോടതി വിധിയെ പിന്നീട് വിവിധ ഹൈക്കോടതികൾ തങ്ങളുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതാണ് കണ്ടത്. ചില വിവാഹ ക്രിമിനൽ വിഷയങ്ങളിൽ പേരുകൾ മറച്ചുവെക്കാൻ കോടതികൾ അനുമതി നൽകിയപ്പോൾ സമാനമായ മറ്റു ചില കേസുകളിൽ തുറന്ന നീതി എന്ന് കാണിച്ച് ഹർജികൾ നിരസിച്ചതും നമുക്ക് മുന്നിലുണ്ട്. ഇത് വിരൽ ചൂണ്ടുന്നത് രാജ്യത്ത് ഒരു ഏകീകൃത നിയമ ചട്ടക്കൂടിൻ്റെ അഭാവത്തിലേക്കാണ്. 2026 ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യുന്നതായിരുന്നു ഡൽഹി ഹൈക്കോടതിയുടെ ഒരു വിധി. മെയ് 29 ഈ വിധി പ്രസ്താവമുണ്ടായത്. വിസ്മരിക്കപ്പെടാനുള്ള അവകാശം ഭരണഘടനാ അനുച്ഛേദം 21 വേരൂന്നുന്നതാണെന്ന് കോടതി വിധിച്ചു. രേഖകളിൽ വിവരങ്ങൾ നിലനിർത്തുന്നതിന് ഒരു നിയമാനുസൃത ഉദ്ദേശമുണ്ടായിരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. സ്വകാര്യതയും പൊതു താൽപ്പര്യവും ഒരേപോലെ പരിഗണിക്കേണ്ടതുണ്ട്. ഇതനുസരിച്ച് അനിവാര്യമായാൽ കേസിൻ്റെ വസ്തുതകൾ നിലനിർത്തി കക്ഷികളുടെ പേരുകൾ മാത്രമായി മറയ്ക്കുന്നത് പരിഗണിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ വിധി പുറപ്പെടുവിക്കുകയും ഒരു ഡാറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് സ്ഥാപിക്കുകയും ഇൻ്റർനെറ്റ് അടക്കം പ്ലാറ്റ്ഫോമുകൾ അത് പാലിക്കുകയും ചെയ്യുന്നതുവരെ ഈ വിധി പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുമെന്നതാണ് സത്യം. എന്നാൽ ഈ അവകാശം നടപ്പിലാക്കുന്നത് അത്ര എളുപ്പമല്ല. കാരണം ഇത് മറ്റൊരു വലിയ അവകാശത്തെ ഖണ്ഡിക്കുന്നുണ്ടെന്ന വാദം ഉയരുന്നതുകൊണ്ടാണ്. അറിയാനുള്ള അവകാശത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഇത് ഭീഷണി ഉയർത്തിയേക്കുമെന്ന രീതിയിൽ ചർച്ചകൾ സജീവമാണ്. പല നിയമവിദഗ്ധരും ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ചരിത്രപരമായ രേഖകളും പത്രവാർത്തകളും കോടതി വിധികളും പൊതുജനങ്ങൾക്ക് ലഭ്യമാകേണ്ട പബ്ലിക് റെക്കോർഡുകളാണ്. അവ മായ്ച്ചു കളയുന്നത് ചരിത്രത്തെ തന്നെ തിരുത്തുന്നതിന് തുല്യമാകുമെന്നാണ് ഇതിലേറെ പ്രസക്തമായൊരു മറുവാദം. ഒരു പൊതുപ്രവർത്തകനോ അല്ലെങ്കിൽ കുപ്രസിദ്ധനായ കുറ്റവാളിയോ തൻ്റെ പഴയ വിവരങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്ന് മായ്ക്കാൻ ആവശ്യപ്പെട്ടാൽ അത് പൊതുജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിൻ്റെ ലംഘനമാവില്ലേ? ഇതുകൊണ്ട് തന്നെ ഈ അവകാശം കേവലം വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം വകവെച്ച് നൽകാൻ കഴിയില്ലെന്നും പ്രാധാന്യം നോക്കി മാത്രമേ തീരുമാനമെടുക്കാനാവൂ എന്നുമാണ് നിലവിൽ കോടതികൾ സ്വീകരിക്കുന്ന നിലപാട്.
ചുരുക്കത്തിൽ സാങ്കേതികവിദ്യ വളരുന്നതിനനുസരിച്ച് നമ്മുടെ നിയമങ്ങളും മാറേണ്ടതുണ്ട് എന്ന ചർച്ചയ്ക്ക് വഴിതെളിക്കുന്നതാണ് റൈറ്റ് ടു ബി ഫോർഗോട്ടൻ.